Hi all, welcome to I Plus. നമ്മൾ LPUP പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഹയർ ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ബേസിക് ആയിട്ട് തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആദ്യം പഠിച്ചു വെക്കാം. അത് പഠിച്ച ശേഷം മാത്രം നിങ്ങൾ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നോക്കിക്കേ, താപം, ഊഷ്മാവ് കേൾക്കുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും, നമ്മൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യും. പക്ഷെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. താപം എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റാണ് താപം. പദാർത്ഥത്തിലെ കണികകളുടെ ഗതികോർജത്തിൻ്റെ ആകത്തുക. ഗതികോർജം എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഒരു പെർട്ടിക്കുലർ പദാർത്ഥം എടുക്കുന്ന സമയത്ത് അതിലെ കണികകളുടെ ഗതികോർജത്തിൻ്റെ കൈനറ്റിക് എനർജിയുടെ ആകത്തുകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? താപം. ഇപ്പം എന്താ പദാർത്ഥത്തിലെ കണികളുടെ ഗതികോർജത്തിൻ്റെ ആകത്തുക എന്ന് റാൻഡമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് താപമാണ് ഉത്തരവൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ചേർത്ത് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുടെ പറയാം. എന്താണ് SI യൂണിറ്റ്? താപത്തിൻ്റെ SI യൂണിറ്റ് ആണ് ജൂള്. CGS യൂണിറ്റ് ആണ് എർഗ് കേട്ടോ. എർഗാണ് താപത്തിൻ്റെ CGS യൂണിറ്റ്. ഇതൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ പഠിച്ചു നോക്കുക. SI യൂണിറ്റ് ആണെങ്കിൽ ജൂള്, CGS യൂണിറ്റ് ആണെങ്കിൽ എർഗ്. അപ്പോൾ താപം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഊഷ്മാവ് എന്താണെന്ന് നോക്കാം. ഊഷ്മാവാണ് ടെമ്പറേച്ചർ. ഇവിടെ എന്താണ് പ്രത്യേകത? പദാർത്ഥത്തിലെ കണികളുടെ ഗതികോർജത്തിൻ്റെ ശരാശരിയാണ്. നേരത്തെ എന്തായിരുന്നു? ആകെത്തുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? താപം എന്ന് പറയും. എന്നാൽ ശരാശരി കൈനറ്റിക് എനർജിയുടെ ആവറേജ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം നമ്മൾക്കറിയാം. എന്താണ്? തെർമോമീറ്റർ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.